ടർബോ 14 ദിവസങ്ങൾ ഇന്നത്തോടു കൂടെ പൂർത്തിയാവുകയാണല്ലോ. നാളെ മുതൽ ചിത്രം തേർഡ് വീക്കിലേക്ക് കയറിയിരിക്കുകയാണ്. ചിത്രത്തിന് 14ാമത്തെ ദിവസം ബോക്സ് ഓഫീസിലെ കളക്ഷനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാൻ അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർച്ചയായ 14ാം ദിവസവും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 50 ലക്ഷത്തിന് മുകളിലുള്ള കളക്ഷൻ ഉറപ്പിച്ചിരിക്കുകയാണ് മമ്മൂക്കയുടെ ടർബോ. അങ്ങനെ 14 ദിവസത്തെ കേരള കളക്ഷൻ മാത്രം 32 കോടിയിൽ എത്തി നിൽക്കുന്നു. ഇപ്പോൾ ഇതാ വലിയൊരു നേട്ടമാണ് മമ്മൂക്ക ചിത്രമായ ടർബോയെ തേടിയെത്തിയിരിക്കുന്നത്. കൊച്ചി മൾട്ടിപ്ലക്സിൽ നിന്നും 2 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിരിക്കുകയാണ് ടർബോ. ഒരു കാലത്ത് കൊച്ചി മൾട്ടിപ്ലക്സിൽ 1 കോടിയുണ്ടോ എന്ന് ചോദിച്ച് പല ആളുകളും മമ്മൂക്ക സിനിമകളെയും മമ്മൂക്കയെയും നിരന്തരം ആക്ഷേപിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. ഇന്ന് കൊച്ചി മൾട്ടിപ്ലക്സിൽ നിന്നും 13 സിനിമകളാണ് മമ്മൂക്കയുടേത് 1 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി റെക്കോർഡിട്ടിരിക്കുന്നത്. ലാലേട്ടൻ സിനിമകൾക്ക് വരെ 9 സിനിമകൾ മാത്രമേ 1 കോടിക്ക് മുകളിൽ കൊച്ചി മൾട്ടിപ്ലക്സിൽ നിന്ന് കളക്ഷൻ നേടിയിട്ടുള്ളൂ. ആദ്യ വീക്കെൻഡ് കേരള കളക്ഷനിലും വലിയ റെക്കോർഡാണ് ടർബോ കുറിച്ചിരിക്കുന്നത്. 4ാമത്തെ പൊസിഷനിലാണ് ടോപ്പ് 5ൽ ടർബോ നിൽക്കുന്നത്. 1ാം സ്ഥാനത്ത് പൃഥ്വിരാജിൻ്റെ ആടുജീവിതം, 2ാം സ്ഥാനത്ത് മമ്മൂക്കയുടെ ഭീഷ്മപർവം, 3ാം സ്ഥാനത്ത് ലാലേട്ടൻ്റെ ലൂസിഫർ, 4ാം സ്ഥാനത്ത് മമ്മൂക്കയുടെ ടർബോ, 5ാം സ്ഥാനത്ത് പൃഥ്വിരാജിൻ്റെ ഗുരുവായൂരമ്പല നടയിൽ. പല രീതിയിൽ ട്രോളുകളാൽ ഡിഗ്രേഡ് ചെയ്യപ്പെട്ട സിനിമയാണല്ലോ മമ്മൂക്കയുടെ ടർബോ. എന്നിട്ടും ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ ചിത്രത്തിന് ഇപ്പോഴും കഴിയുന്നുണ്ട്. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനുജനാസ്.